ഹലോ ഗായ്സ്, ഐ ആം ബാക്ക്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പകുതി വരെ മോപ്പ് ഫാം ആക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിനി ബാക്കിയും കൂടി ചെയ്യണ്ടേ? പകുതി മാത്രം ഇട്ടാൽ മൗസ് എല്ലാം കൂടെ സ്പൂണായി എൻ്റെ തലമണ്ട കയറിയിരിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ ഗോൾ വെച്ചാൽ മോപ്പ് ഫാം കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ നാട് കിടക്കും, അല്ലേ ഗായ്സ്? അപ്പം ഞാൻ ഫുൾ അയൺ ആർമർ ആയ കാര്യം പറയാൻ മറന്നുപോയി. അതൊക്കെ പോട്ടെ. അപ്പം വീഡിയോ എൻജോയ് ചെയ്യുക. ബൈ ബൈ. അല്ല തെറ്റി, നിങ്ങൾ എൻജോയ് ചെയ്യുക. ഞാൻ മോപ്പ് ഫാം എത്രയും കംപ്ലീറ്റ് ആക്കി. പിന്നെ ഈ ഹട്ട് എന്തിനാണെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ ചുമ്മാ ഉണ്ടാക്കിയിട്ടതാണ്. എൻ്റെ സുഹൃത്തേനും കൂടെ ആയിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ ഫാം ചെയ്യട്ടെ. ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടോണേ. അടിപൊളി സൗണ്ട്, എനിക്കിഷ്ടപ്പെട്ട സൗണ്ട്. ഇങ്ങനെ ഒന്ന് വീഴുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്, അടിപൊളി. ഷുഗർ കെയിൻ ഫാമേഴ്സ് ചെയ്തിട്ട് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടുത്തെ ഗ്രാസായി ഡേട്ട് മൊത്തം. നമുക്കിനി ഷുഗർ കെയിൻ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം വേണ്ട നമ്മൾ 2 ബാരൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെച്ച് വെള്ളത്തിന് മേളിലാണെങ്കിൽ ഇവിടെയും കൂടെ ഇന്ന് ഫാം ചെയ്യാൻ പറ്റുമോ? പക്ഷെ അങ്ങനെ പറ്റൂല ഫാം ചെയ്യാൻ. ഞാൻ എപ്പോഴാണ് അറിയുന്നത്. എൻ്റെ ആക്സ് ഒന്ന് പൊട്ടിയല്ലോ. ഒരു കോപസം പോലും ഇല്ല എൻ്റെ കയ്യിൽ. നമുക്കിവിടെ നിന്ന് അടിച്ച് മാറ്റാൻ പറ്റില്ല. എൻ്റെ ബ്രിഡ്ജ് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കിയ ബ്രിഡ്ജ്. ഇതുള്ള ബ്രിഡ്ജ് ബെഡുണ്ട്. എൻ്റെ കയ്യിൽ ബെഡുണ്ട്. നമ്മൾ പിന്നെ സെറ്റ് ഉറങ്ങാൻ പറ്റുന്ന മഴയാണെങ്കിൽ നമ്മൾ സെറ്റ്. അപ്പം തണ്ടർസ്റ്റോമിൽ അല്ലാത്ത മഴയ്ക്ക് നമുക്ക് ഉറങ്ങാൻ പറ്റുമല്ലോ. എന്തായാലും ആകട്ടെ. നമുക്കിപ്പോൾ അതിൻ്റെ മേളിൽ കയറണം. ഈ ടോപ്സ്റ്റർ എടുത്തില്ലല്ലോ. എന്ത് പൊട്ടനാ ഞാൻ, സത്യം പറയുകയാണെങ്കിൽ ലോക പൊട്ടനാ. ഞാൻ പിന്നെ ഇന്ന് വീടുണ്ടാക്കാൻ നിന്നെയായിരുന്നു. പക്ഷെ എനിക്ക് മോപ്പ് ഫാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നു. ഞാൻ ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കിയായിരുന്നേനെ. പക്ഷേ ഞാൻ കംപ്ലീറ്റ് ആക്കില്ല. ഉള്ള കുറേ കോബസ്റ്റോൺ നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് സ്റ്റിക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇവിടെ ക്രാഫ്റ്റിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് 2 സ്റ്റിക്ക് ഇങ്ങനെ നല്ല ലാഗ് അടിക്കുന്നുണ്ട്. 2 സ്റ്റിക്ക് ഇങ്ങനെ എവിടെ വെച്ചിട്ട് ഒരു കോബസ്റ്റോൺ, അടുത്ത കോബസ്റ്റോൺ, ഒരാക്സ് സെറ്റായേ. എൻ്റെ ആക്സ് ഉണ്ടായിരുന്നു. മിസ്റ്റർ ഇൻവെർട്ടർ പറ്റുന്ന ക്ലീൻ ആക്കണം, വെരി ക്ലീൻ. നമുക്കിനി ഒരു കാര്യം കൂടി ചെയ്യാണ്ട് സ്ലാബ് ആക്കണം. സ്ലാബ് ആക്കണ്ട. ഞാൻ പിന്നെ സ്റ്റോൺ എടുക്കുന്ന വെച്ചാൽ എൻ്റെ ബേസിനടുത്ത് ചെറിയ സ്റ്റോൺ ഉണ്ട്. അവിടെ നിന്ന് ഞാൻ ഇനി എടുക്കുന്നില്ല. എനിക്ക് അങ്ങോട്ട് ബിൽഡ്സൊക്കെ ബിൽഡ് ചെയ്യാനില്ല. ഇവിടെ ഗ്രാസ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഞാൻ അത്രയും കോസ്റ്റ് എടുത്ത് വെച്ചതാണ്. ഇനി അവിടെ നിന്ന് എടുക്കത്തില്ല. ഇനി മൈനിങ് ഏരിയ ചിലപ്പോൾ എടുക്കും. നമ്മൾ ഈ ഫീൽഡ് അവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ സ്പ്രൂസ് എവിടെ? എന്ത് നമുക്ക് പിന്നെയും കിട്ടും. എല്ലാം കൂടെ ഇപ്പം വീഴേണ്ടതാണ്. ഒരെണ്ണം അവിടെ ഇരിക്കുന്നു. എനിക്കത് എടുക്കണം. ഞാൻ കഷ്ടപ്പെട്ട് സ്ട്രിങ് വെച്ചുണ്ടാക്കിയത്. എനിക്കത് കിട്ടിയേ. എനിക്കത് കിട്ടിയേ. ആനന്ദ ദർശന സാമ്യമെന്ത. ഞാൻ പാടുന്നില്ല, അല്ലെങ്കിൽ നാണം കെട്ടു. എനിക്ക് പാടാറിയില്ല. അപ്പം ഞാൻ മോപ്പ് ഫാമിലെത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ മോപ്പ് ഫാമിലെത്തിയിട്ടുണ്ട്. എൻ്റെ ഈ സ്ഥലം ഇച്ചിരി ഒന്ന് കൂട്ടണം.
വെള്ളത്തിൽ ഇടുന്നതാണ്. ഷിപ്പറെ കൊണ്ട് നോക്കണ്ട, ഞാൻ ലൂട്ട് ചെയ്തതാണ്. അതിനകത്ത് സ്പെഷ്യൽ മാപ്പില്ലായിരുന്നു. അയ്യോ, മര്യാദയ്ക്ക് വെക്കുന്ന മാതിരി വെക്കണം, എന്നാ വെച്ചാൽ വരും. അയ്യോ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ വെച്ചു. ഇനി സ്കാഫ് ലോഡിങ് വെക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കണേ. മേളിൽ ചെല്ലുമ്പോൾ മേളിലായിരിക്കും എൻ്റെ സൗണ്ട്. താഴത്തെ സൗണ്ട് കേട്ടല്ലോ, അടിപൊളി സൗണ്ട്. ഇങ്ങനെ കയറും, ഞാൻ ലാൻഡ് ചെയ്യാനും പറ്റി. അതാണ് എൻ്റെ ഗുണം. ഇൻഫിനിറ്റ് വാട്ടർ പ്രൂഫ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി തൊട്ട് ഇത് വേണ്ട, ഇത് പൊട്ടിച്ചളഞ്ഞേക്കാം. അത് പൊട്ടിച്ച് ബക്കറ്റ് ഇട്ടൊരു കയ്യിൽ ബക്കറ്റ് ഉണ്ട്. പാസ്കോർ ചെയ്യാൻ പറഞ്ഞ് ഞാൻ താഴെ വീഴും. ഇങ്ങനെ കയറാൻ പറ്റും. പാസ്കോർ ചെയ്യണം. ഇതെല്ലാം ഇങ്ങനെ പൊട്ടിച്ചളയണം. ഇങ്ങനെ പൊട്ടിച്ച് തുണ്ടാക്കി കളയണം. ഇനി ഈ സൈഡിലുള്ള എല്ലാം കൂടെ റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ ഇത്രയും ഔട്ട്ലൈൻ വരച്ചു. ഇനി കംപ്ലീറ്റ് ആണെങ്കിൽ ഒരു മേളിൽ നോക്കിയിട്ട് നമുക്ക് താഴെ നോക്കണം. സമയമായി, എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമില്ല. ഇപ്പോൾ നൈറ്റ് ആകുമോ? എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണമല്ലോ. മോഫാമ ഉണ്ടാക്കുക വലിയ ഇച്ചിരി പോയിൻലെസ് ആണ്. എനിക്ക് മിക്കവാറും ഞാൻ ഐലൻഡ് ബ്രോക്ക് ചെയ്ത് കളയും. എന്താ വെച്ചാൽ കാരണം വെച്ചാൽ മോബ്സ് ഫുള്ളായിട്ട് സ്പോണാണെങ്കിൽ താഴെ ഓൺലൈൻ കഴിഞ്ഞു. ഈ താഴെ വരുന്ന കോപ്സ്റ്റോൺ ഞാൻ എടുക്കാൻ പോകുന്നില്ല, അതിനെക്കാട്ട് സമയമായിരിക്കും. അതിനെക്കാട്ട് സമയം കോപ്സ്റ്റോൺ കളക്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ എല്ലാം മിക്കതും കളക്ട് ചെയ്യാൻ നോക്കുവാണ്. ഇങ്ങനെ ചിന്തിച്ച് പോവും ഞാൻ. എൻ്റെ ബെഡ് മേളിലിരിക്കണല്ലോ. ഇൻവെർട്ടറിയിൽ എപ്പോഴും ബക്കറ്റ് ഇരിക്കുന്ന ഒരു നമ്മൾ നേരത്തെ ഒരു ബ്ലോക്കിനെ മാറിയാൽ മതി. മോഫം കംപ്ലീറ്റ്ലി എന്നാണ് ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർ പറയുന്നത്. നമുക്ക് മേളിൽ കയറട്ടെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ മേളിൽ വെച്ചിട്ടുണ്ട്, ഓടിപ്പോയി കിടന്ന് ഉറങ്ങണം. അമ്മേ ചായ ഇല്ലേ, പാലില്ല ചായ ഉണ്ടാക്കാൻ മോനെ. അതുകൊണ്ട് ഇന്നത്തേക്കൊന്ന് സഹിച്ചേക്കണം. എനിക്ക് ചായ വേണം. ടച്ച് ചെയ്താലോ? വേണ്ട. അയ്യോ, എൻ്റെ ഈ ഡേർട്ട് ഇതിലേക്ക് വരുന്നത്. എപ്പോഴും ഇൻവെർട്ടറിൽ വാട്ടർ ബക്കറ്റ് ഇരിക്കണം. അതാണ് എൻ്റെ മൈൻക്രാഫ്റ്റ് മാസ്റ്റർ പഠിപ്പിച്ചേക്കുന്നത്. അപ്പം ഇതും കൂടെ ഒന്ന് ഫില്ല് ചെയ്യണം. ടാടാ. എനിക്കിനി ഒരു കാര്യം കൂടെ ചെയ്യാറുണ്ട്. സ്പൈഡർ സ്പൂണായിരിക്കും എൻ്റെ ഒരു ട്രിക്കുണ്ട്. സ്പൈഡർ സ്പൂണായാലും അതാണ് നമ്മുടെ ഇത്. നമുക്ക് ട്രാപ്പ് ഡോർസ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. നമുക്ക് ട്രാപ്പ് ഡോർ മാറ്റിയൊരു ഓടുത്ത് ഞാൻ ട്രാപ്പ് ഡോർ ക്രാഫ്റ്റ് ചെയ്യട്ടെ. ഇച്ചിരി ട്രാപ്പ് ഡോർ വേഗം വാ. ഒരു സ്റ്റാക്ക് പുറത്തുണ്ട്. ഒരു 18 മതി. ഇത് തന്നെ ധാരാളം. പറയാൻ പറ്റില്ല. ട്യൂട്ടോറിയൽ ഒന്ന് നോക്കട്ടെ. എന്നെ സമ്മതിക്കണം, ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എന്നെ സമ്മതിക്കുന്നു സത്യം പറഞ്ഞു. പിന്നെ നമുക്കൊരു അവസാനമായിട്ടൊരു കാര്യമുണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് ഡേറ്റ് എടുത്ത് വെച്ചതാണ്. ഈ ഡേറ്റ് വേണ്ട, നമുക്ക് ഈ ഡേറ്റ് വേണ്ട. എൻ്റെ അമ്മ, അയ്യോ, ഞാൻ ഡ്രാപ്പായി.
ഞാൻ ഡ്രാപ്പായി. അയ്യോ ഞാൻ ഡ്രാപ്പായി. ഇതിനകത്ത് ഞാൻ പിന്നെ ട്രാപ്പായി ഉറപ്പാ. ഇതിനകത്ത് വീഴ. ഇപ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യണം. ഇത് വെള്ളത്തിലൂടെ പോകണമെങ്കിൽ നമുക്ക് ഈ 2 ട്രാപ്പ് ഡോർ ഇങ്ങോട്ട് വെച്ചാൽ മതി. ഇപ്പം നമുക്ക് ഈ കൂടെ ഇങ്ങനെ പോവാം. ഈ 2 ബ്ലോക്ക് ഇങ്ങനെ പോയി പൊട്ടിച്ചാൽ മതി. ആദ്യമേ നമുക്ക് ഇവിടുത്തെ ടോർച്ചെല്ലാം പൊട്ടിക്കാം. പിന്നെ എനിക്ക് വുഡ് തികഞ്ഞില്ല, ഞാൻ പിന്നെ പോയി എടുത്തതാണ്. ഇതിങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ സ്പൈഡർ സ്പൂണായിരിക്കാൻ വേണ്ടി. സ്പൈഡർ വേണ്ട എനിക്ക്. പിന്നെ ഉള്ള കാര്യം വെച്ചാൽ കോബ്സ്റ്റോൺ കയറി. പിന്നെ എൻ്റെ പിക്കാക്സിന് ഡ്യൂറബിലിറ്റി നോക്കണ്ട, ഞാൻ ചീറ്റിംഗ് ഒന്നും ചെയ്തതല്ല. ഞാൻ വേറെ പിക്കാക്സസ് മൈൻഡ് ചെയ്തതാണ്. ഞാൻ 2 പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്ത് അത് തീരെ നേരെ ഞാൻ മൈൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ടവസ് എടുത്ത് മൈൻഡ് ചെയ്തതാണ്. എന്നും പറഞ്ഞ് ഞാൻ ചീറ്റിംഗ് ചെയ്തൊന്നുമില്ല. എത്രയൊക്കെ കണ്ടുപിടിക്കുന്ന ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. ബാക്കി കൂടെ പൊട്ടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇടിപൊട്ടി മഴ. ഞാൻ ടോർച്ചെല്ലാം പൊട്ടിച്ചു, എന്നിട്ട് ഒരു വെട്ടം ഉണ്ടല്ലോ, എന്താണോ അറിയില്ല. എന്നിട്ടൊരു വെട്ടമുണ്ട്. ഇടിവെട്ടി മഴ കഴിഞ്ഞു. ഞാൻ നോക്കി, എന്നാലൊരു വെട്ടമുണ്ട്. വെട്ടം പോരായിരുന്നു. ഇനി ആ ബ്ലോക്കും കൂടെ ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇനി വർക്കാകുമെന്ന് നോക്കാം. പാർക്കോർ ചെയ്യണോ? പാർക്കോർ ചെയ്യണോ? വേണ്ട, ചെയ്യണ്ട. നമുക്കിനി വർക്കാവുന്ന നോക്കാം. അതിന് മുമ്പേ വർക്കാവുന്ന മുമ്പേ എനിക്ക് ആ വെള്ളം ഒന്ന് അടയ്ക്കുന്നുണ്ട്. വെള്ളം ഇനി ഞാൻ അടയ്ക്കും. വെള്ളം ഞാൻ അടച്ചിട്ടുണ്ട്. ഈ വാണ്ടറിൻ്റെ ഒരു സാപ്ലിങ് വിൽക്കുമോ നോക്കട്ടെ. സ്പ്രൂസ് വിറ്റാലിൻ്റെ എമറാൾഡില്ല, എമറാൾഡ് ഒപ്പിക്കണം. എൻ്റെ ക്രാഫ്റ്റിൻ്റെ അങ്ങനത്തായിരുന്നു ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് വെള്ളം തീരുന്നില്ലല്ലോ. കണ്ടോ, ഞാൻ വെള്ളം ക്ലിയർ ചെയ്ത് ചെറിയൊരു ആർച്ച് മാത്രമാക്കി എനിക്ക് കൊല്ലാൻ വേണ്ടിയുള്ള സ്പേസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സോഡ് വേണം. കറക്റ്റ് വേണ്ടി പിന്നെ കുറേ ബാരൽ ക്യാപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിന് ഒരു കിടക്കാച്ചി സോഡ് വേണം. സോഡാണ് ഞാൻ പറഞ്ഞത്. ഈ സോഡിന് ഒരു സ്റ്റിക്ക് പോരെ. 2 കോബ്സ്റ്റോൺ, 2 സോഡ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഡിഫോൾട്ട് പീസുകൾ മാറ്റിയിട്ട് ഹാർഡാക്കണം. എന്നിട്ട് നമ്മളെ മറ്റേ മോഡ് നോക്കിയാൽ ഞാൻ സ്പെക്ടേറ്റർ മോഡിലാണ് നിൽക്കുന്നത്. ഇതിനകത്തൊന്ന് നോക്കാം. ഇപ്പോഴും വെട്ടമുണ്ട്. എന്തിൻ്റെയാണ് വെട്ടം? ഞാൻ ഗ്ലിച്ചാണോ? ഞാൻ കേവിനകത്ത് കയറി നോക്കിയപ്പോൾ വെട്ടം കാണണം. നോക്കിക്കോ, ഇതിനകത്ത് വല്ലതും കേവ് ഉണ്ടോ? അതിനകത്തൊരു കേവ് ഉണ്ട്. ഉണ്ടോ? എന്തിരുട്ട്. ഈ വെള്ളം കഴിക്കുന്നത് വെള്ളം ഇല്ലാത്ത ഭാഗം ഇത് ഞാൻ മൈൻഡ് ചെയ്ത സ്ഥലങ്ങളാണ്. ഉണ്ടോ? എന്തിരുട്ട്. ഇനി ടോർച്ച് വെച്ചിട്ട് ഇനി അടുത്ത് തന്നെയാണോ? അങ്ങനെ വല്ലതും ഗ്ലിച്ചുണ്ടോ? ആർക്കറിയാം. അങ്ങനെ ഗ്ലിച്ചുണ്ടെങ്കിൽ എളുപ്പമാവോ? മോബ് ഫോണാവോ? ഞാൻ താഴ്ചത് നോക്കട്ടെ. മോബൊന്നും സ്പോൺ ആവുന്നില്ലല്ലോ. ഞാൻ ഹാർഡിലാണ് ഇട്ടേക്കുന്നത്. സ്പോൺ ആവുന്നില്ലല്ലോ. ഹാർഡിൽ തന്നെയാണല്ലോ. ഡിഫോൾട്ട് ഹാർഡ്. പിന്നെന്താ കുഴപ്പം?
പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. സ്പോണകത്തെന്തോ മേളിൽ ചെന്ന് ജസ്റ്റ് നോക്കാം. ഒരു ബ്ലോക്ക് മാത്രം ഒന്ന് പൊട്ടിച്ച് നോക്കാം. കേട്ടില്ലേ, കണ്ടില്ലേ? വെട്ടം വരുന്ന നോക്കിയേ. ഞാൻ റീസോഴ്സ് പാക്കിൻ്റെ ആണോ? റീസോഴ്സ് പാക്കിൻ്റെ ഒന്നുമില്ല. ചെന്ന് നോക്കട്ടെ. ചെന്ന് നോക്കാൻ നിറച്ചും പോകും. എവിടുന്നോ വെട്ടം വരുന്നുണ്ട്. ഒരു കാര്യമുണ്ടല്ലോ, സ്ലാബ് വെട്ടം കടത്തി വിടും. സ്ലാബ് വെട്ടം കടത്തി വിടും. എനിക്ക് ഞാൻ പ്രോബ്ലം ഫിക്സ് ചെയ്ത്. കാരണം വെച്ചാൽ ഈ സ്ലാബ് ലൈറ്റ് കടത്തി കിട്ടും. അപ്പോൾ അതിൻ്റെ മേളിലൊരു ബ്ലോക്ക് എടുത്ത് വെച്ചാൽ മതി. കാര്യം തീർന്നു. പിന്നെ ഞാനിവിടെ ഇച്ചിരി ലിറ്റപ്പൊക്കെ ചെയ്ത് വെച്ച്. പിന്നെ ഞാൻ കാര്യം പറയാം. ഈ രണ്ട് പേരിൽ വെച്ചാൽ എൻ്റെ കയ്യിരുന്ന സാധനം വെക്കാൻ വേണ്ടി. പിന്നെ ഈ രണ്ട് പേരിൽ വെച്ചാൽ ബോണിന് വേണ്ടി. ഈ രണ്ട് പേരിൽ വെച്ചാൽ റോട്ടം ഫ്ലഷിന് വേണ്ടി. ഈ പേരിൽ വെച്ചാൽ ക്രീപ്പറിൻ്റെ ഗൺ പൗഡർ വേണ്ടി. ഇത് പിന്നെ സോംബി അയൺ ഡ്രോപ്പ് ചെയ്യുന്നത്, അയൺ ഷവൽ ഡ്രോപ്പ് ചെയ്യുന്നത്, ഗോൾഡൻ നഗറ്റ് എന്തൊക്കെയോ സ്പെഷ്യലായിട്ട് ഡ്രോപ്പ് ചെയ്യത്തില്ലേ, അതല്ല. നമുക്കിനി ഹാർഡിൽ പോവാം. അപ്പം അത് വരേണ്ടതാണ്. മാറി വയ്ക്കാം. വരുമോ? ബ്ലേക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. സമയമെടുക്കും. വരുമോ? ക്രൗച്ച് ചെയ്ത അങ്ങനെ നമ്മുടെ മോബ് സ്പോണർ സക്സസ് ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.